2015 ഒക്ടോബർ മാസമാണ് ഉഗാണ്ടയിൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെ ഒരു ഇന്റേൺഷിപ്പിന് വന്നതായിരുന്നു സോഫിയ കോട്സിയർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. നെതർലാൻഡ്സിൽ നിന്നായിരുന്നു കേട്ടോ അവർ വന്നത്. അവരൊരു മെഡിക്കൽ ഇന്റേൺ ആയിരുന്നു. അപ്പോൾ അവരുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു സഫാരിക്കായിട്ട് പുറപ്പെട്ടതായിരുന്നു സുഹൃത്തുക്കളുടെ കൂടെ. എന്നാൽ അതിനിടയിൽ വെച്ചിട്ട് അവർ മിസ്സാവുകയാണ്. എന്നാൽ അതോറിറ്റീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് വൈൽഡ് അനിമൽ അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് റൂൾഡ് ഔട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടുത്തെ തെളിവുകളും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ ആ ഒരു ഏരിയ മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരുന്നില്ല എന്നുള്ളത് ഡച്ച് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ്സിനും ഉറപ്പാവുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ 1994 ഏപ്രിൽ 2 ഈ ഒരു സോഫിയ കോട്സിയർ ജനിക്കുന്നത്. ജെറാഡ് മരിയ ദമ്പതികളുടെ മൂത്ത മകളായിട്ടായിരുന്നു കേട്ടോ അവർ ജനിച്ചത്. ഇവർക്ക് 2 സിബ്ലിങ്സും ഉണ്ടായിരുന്നു. സോഫിയയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് ആർട്സിലും സ്പോർട്സിലും ഒക്കെ അവർ നല്ല ആക്റ്റീവ് ആയിരുന്നു. ആംസ്റ്റർഡാമിലെ യൂത്ത് തിയേറ്റർ സ്കൂളിൽ ഒരുപാട് വർഷങ്ങൾ അവർ തിയേറ്ററും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയത്തിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. സ്പോർട്സിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ബാസ്കറ്റ് ബോൾ, ഹോക്കി തുടങ്ങിയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്തിരുന്നു. എന്നാൽ അവർ വലുതായപ്പോൾ അവരുടെ അംബിഷൻ മാറുകയാണ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അവർ ലൈഫിനെ കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് തനിക്കൊരു ഡോക്ടർ ആകണമെന്നുള്ള ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിൽ വരുന്നതും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും. പിന്നീട് എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതി അവരത് ക്ലിയർ ചെയ്തു. അവിടെ മെഡിസിന് അവർ ജോയിൻ ചെയ്യുകയും ചെയ്തു. ബാച്ചിലേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് അവർ പോകാൻ ചൂസ് ചെയ്ത രാജ്യം ഉഗാണ്ടയായിരുന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് 2015 ഉഗാണ്ടയിലോട്ട് അവരെത്തുന്നത്. അവിടെ ലുബാഗയിലുള്ള ഹോസ്പിറ്റലിലായിരുന്നു അവർ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. 8 വീക്സ് ആയിരുന്നു കേട്ടോ അവരുടെ ഇന്റേൺഷിപ്പിന്റെ ടൈം പീരീഡ്. പിന്നെ സോഫിയയുടെ ആഗ്രഹം ട്രോപ്പിക്കൽ മെഡിസിനിൽ മാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു. അവിടെയുള്ള സ്റ്റാഫും മറ്റൊക്കെ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് സോഫിയ. അതുപോലെ തന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളാണ്. പുതിയ പുതിയ കൾച്ചറുകൾ, അതേപോലെ തന്നെ ആളുകൾ, അവരുടെ ലൈഫ് സ്റ്റൈല് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലുമാണ്. അങ്ങനെയൊക്കെയാണ് അവർ ഉഗാണ്ടയിലോട്ട് എത്തപ്പെട്ടതും. അങ്ങനെ ഓഗസ്റ്റ് 2015 ഇവർ കമ്പാലയിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതായത് എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ രോഗികളെ പരിശോധിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും, സർജറിക്ക് അസിസ്റ്റ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിലും, ലേബർ റൂമിലാണെന്നുണ്ടെങ്കിലും, ഈവൻ ഫ്ലോറുകളും കാര്യങ്ങളൊക്കെ സ്വീപ്പ് ചെയ്യൽ വരെ അവർ ചെയ്തിരുന്നതായിട്ടാണ് പറയുന്നത്. അതായത് ആ ഒരു പ്രൊഫഷനോട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സോഫിയ. അവർ കമ്പാലയിലുള്ള IST ക്യാമ്പസിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അവിടെ വേറെയും സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ലുഗാണ്ട എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ അവർ പഠിക്കുകയാണ്. അതായത് ചെറിയ ചെറിയ വാക്കുകൾ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ അവർ പഠിച്ചു തുടങ്ങി. എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിലുപരി അവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവർ അത്രത്തോളം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകയായിട്ട് ആ ഒരു ലാംഗ്വേജ് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഉഗാണ്ടയിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹവും അവർക്ക് ഉണ്ടായിരുന്നു. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സോഫിയം തന്റെ പാരൻസുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഡെയിലി ബേസിസിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ വീട്ടിലോട്ട് വിളിച്ച് പറയാറുണ്ടായിരുന്നു. പിന്നെ സോഫിയയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. 16ാമത്തെ വയസ്സിൽ അവർക്ക് ബൈപോളർ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതിൻ്റെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറും ഉണ്ടായിരുന്നു. ചില സമയത്ത് വളരെ ടർബുലൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് മെഡിക്കൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വേണ്ടുന്ന ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാത്രമേ ഈ ഒരു കാര്യം നല്ല രീതിയിൽ അറിയത്തുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതിവിടെ എടുത്ത് പറയാനുണ്ടായിരുന്ന ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ഒരു BPDയുടെ ഇഷ്യൂ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ ബാക്കിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒക്ടോബർ 21 ഇവരുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. എന്നാൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നെതർലാൻഡ്സിലോട്ട് തിരിച്ചു പോകാതെ കുറച്ച് ദിവസം കൂടെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അതായത് 2 ആഴ്ച കൂടെ അവിടെ നിന്നിട്ട് ആ രാജ്യമൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം തിരിച്ച് നാട്ടിലോട്ട് പോകാം, എന്നിട്ട് തൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു തോട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 22 വേറെ 3 സുഹൃത്തുക്കളുടെ കൂടെ അവർ ഒരു സഫാരിക്ക് തിരിക്കുകയാണ്. അവിടെയുള്ള ഒരുപാടധികം ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്ത് വരുന്ന രീതിയിലായിരുന്നു അവർ ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ആദ്യത്തെ 5 ദിവസം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതായത് ഫോർട്ട് പോർട്ടിൽ അവർ വിസിറ്റ് ചെയ്തു. അതേപോലെ തന്നെ കിഡപ്പോ വാലി അവർ വിസിറ്റ് ചെയ്തു. പിന്നെ ഗുല്ലു എന്ന് പറയുന്ന ടൗണിലോട്ട് അവർ പോയി. പിന്നെ പാക്വാച്ച് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുന്നത്.
മുർച്ചിസൺ ഫോൾസ് നാഷണൽ പാർക്ക് എന്നായിരുന്നു ആ ഒരു സ്ഥലത്തിന്റെ പേര്. ഉഗാണ്ടയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കുകളിൽ ഒന്നായിരുന്നു അത്. ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയാന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാടധികം നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസ് ഒരുപാടധികം ഉള്ള സ്ഥലമാണ്. ഹിപ്പോപ്പൊട്ടാമസ്, ക്രോക്കഡൈൽസ്, അതുപോലെ തന്നെ എന്താ പറയുക ലയൺ, വേറെ പ്രെഡേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒക്ടോബർ 28 ഒരു ഉച്ച ടൈം ആയപ്പോൾ അവരവിടെ എത്തുകയായിരുന്നു. അതിനുശേഷം വിക്ടോറിയൻ നൈലിൽ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. അവിടെ ഉഗാണ്ട വൈൽഡ് ലൈഫ് അതോറിറ്റി സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ സെൻറ്ററിലായിരുന്നു അവർ താമസിക്കുന്നുണ്ടായിരുന്നത്. അത് ചെറിയൊരു സ്റ്റേ സെറ്റപ്പ് ആയിരുന്നു. അവിടുത്തെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചെറിയ ക്യാബിൻസ് ഉണ്ട്, ബങ്ക് ബെഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള. അതേപോലെ തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ടോയ്ലറ്റ് ഉണ്ട്. അതേപോലെ തന്നെ കോമൺ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെല്ലാവരും അന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർ അൺപാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേന് ഏകദേശം ഒരു 6 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സോഫിയ ഒരു വാട്ടർ ബോട്ടിലും കയ്യിൽ പിടിച്ച് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു താൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്നുള്ളത്. അവർ ഓക്കെ പറഞ്ഞു. കാരണം ടോയ്ലറ്റ് അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്നും നടക്കാനുള്ള ദൂരത്തിലാണ്. പിന്നെ അവർ സ്റ്റേ ചെയ്തിരുന്ന ഒരു സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2000 ഫീറ്റ് മാറിയിട്ടാണ് മറ്റേ വിക്ടോറിയൻ നൈൽ ഒഴുകുന്നത്. ഇവർ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവരെ ഒരു റേഞ്ചർ കാണുകയാണ്. അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾ നോക്കുന്ന സമയത്ത് അവർ ആ ഒരു നദിയുടെ ഡയറക്ഷൻ ഉണ്ടല്ലോ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആളത് വലിയ കാര്യമാക്കിയില്ല. ആളുടെ പരിപാടി അന്വേഷിച്ച് അങ്ങോട്ട് പോയി. എന്നാൽ അയാളായിരുന്നു സോഫിയയെ അവസാനമായിട്ട് കണ്ടത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് സോഫിയനെ അന്വേഷിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വരാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടോയ്ലറ്റിൽ സോഫിയ ഇല്ല. അങ്ങനെ അവർ ആ ഒരു ക്യാമ്പ് സൈറ്റ് മുഴുവൻ അരിച്ചു പറക്കാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്നിട്ട് അവിടെ എവിടെയും അവർക്ക് സോഫിയയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവർ വളരെ പെട്ടെന്ന് തന്നെ റേഞ്ചേഴ്സിനെയും കാര്യങ്ങളൊക്കെ അലേർട്ട് ചെയ്യാണ്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവർ അതോറിറ്റീസിനൊക്കെ വിവരം അറിയിച്ചു. അവരെല്ലാവരും കൂടെ സോഫിയയെ അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു. അപ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ നടുക്കാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരാളെ സെർച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഫ്രണ്ട്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടിയും കൊണ്ടുപോയി, അതായത് അവർ സഫാരിക്ക് വന്ന ആ വണ്ടിയും കൊണ്ടുപോയി ആ വണ്ടിയിൽ സോഫിയയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുണ്ടല്ലോ അത് ലൗഡ് വോയിസിൽ റിപ്പീറ്റ് ആയിട്ട് വെക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സൗണ്ട് കേട്ടിട്ടെങ്കിലും സോഫിയ ആ ഒരു ഡയറക്ഷനിലോട്ട് വരട്ടെ എന്നുള്ളൊരു തോട്ടിലായിരുന്നു അവർ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായി. അവരെത്ര അന്വേഷിച്ചിട്ടും സോഫിയ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫിയയുടെ അമ്മയായിട്ടുള്ള മരിയയെ വിളിച്ചെങ്കിൽ കാര്യം പറയായിരുന്നു. മരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉഗാണ്ടയിൽ വന്നാണ് മകളെ കാണുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ദിവസം അവർ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ന്യൂസ് കേട്ട അവർ തിരിച്ചുടനെ തന്നെ വരേണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി ഒക്ടോബർ 29 അന്ന് കുറച്ചുകൂടെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയായിരുന്നു. അതായത് ഉഗാണ്ടൻ പോലീസ് അതിൽ ഇറങ്ങി, അതേപോലെ തന്നെ മിലിറ്ററി അതിലിറങ്ങി, പിന്നെ റേഞ്ചേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു കാട് മുഴുവൻ അരിച്ചു പറക്കി. അവരങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു ക്ലൂ ലഭിക്കുന്നത്. അതായത് ഈ വിക്ടോറിയൻ നൈലിൻ്റെ ആ ഒരു കരയിൽ നിന്നും ഏകദേശം ഒരു 16 അടി മാറിയിട്ട് അവരുടെ വാട്ടർ ബോട്ടിൽ ലഭിക്കുകയാണ്. വേറൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയ മുഴുവൻ അവർ പിന്നെയും സെർച്ച് ചെയ്യാണ്. ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ വിക്ടോറിയൻ നൈൽ എന്ന് പറയുന്ന ആ ഒരു നദി വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. നദിയിൽ തന്നെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. അതേപോലെ അവിടെ ഒരുപാടധികം വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഏതെങ്കിലും വൈൽഡ് ആനിമൽ അവരെ പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു തരത്തിൽ അതോറിറ്റീസ് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കേസ് റൂൾഡ് ഔട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ഒക്ടോബർ 30 ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വീണ്ടും ചില കണ്ടെത്തലുകൾ ഉണ്ടാവുകയാണ്. ഈ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയിടത്ത് നിന്ന് ഏകദേശം ഒരു 160-170 അടി മാറിയിട്ട് സോഫിയയുടെ ചില ബിലോങ്ങിങ്സ് ആ ഒരു റിവർ ബാങ്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ട് അതോറിറ്റീസ് കണ്ടെത്തുകയായിരുന്നു. അവരുടെ ഒരു ഷൂ, അതുപോലെ തന്നെ അവരുടെ സൺഗ്ലാസ്, പിന്നെ ഒരു കീറിയ നോട്ട്, പിന്നെ ഒരു കാലിയായിട്ടുള്ള പേഴ്സ്, പിന്നെ അവരുടെ ഡ്രസ്സിൻ്റെ പാർട്സ്, അതായത് ഫാബ്രിക്, കീറിയ ഫാബ്രിക് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കീറി കിടന്നിരുന്ന അവരുടെ തുണിയുടെ കഷ്ണങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് കുറച്ചൊക്കെ അവിടെ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ മരത്തിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു കംപ്ലീറ്റ് ഏരിയയിൽ അവരുടെ ബിലോങ്ങിങ്സ് വെച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റേ ചെയ്തതുപോലെയാണ് അതോറിറ്റീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് ഡച്ച് ടീമും ആ ഒരു സമയത്തിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ അണ്ടർവെയർ കണ്ടെത്തിയ സ്ഥലമാണ്
ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളത്, അതായത് തറയിൽ നിന്നും കുറച്ച് ഉയരത്തിൽ ഒരു മരത്തിന്റെ കൊമ്പിലായിരുന്നു അവരുടെ അണ്ടർവെയർ കണ്ടെത്തിയത്. ഈ ഒരു കണ്ടെത്തലിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ലോക്കൽ റേഞ്ചേഴ്സ് പിന്നീട് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ആദ്യം തന്നെ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും അവിടെ ഈ ഒരു സോഫിയയുടെ ഒരു ബിലോങ്ങിങ്സും അവർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഇതൊക്കെ സംശയത്തിലോട്ട് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. പിന്നെ തോമസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്രസ് ഫാബ്രിക്കുകളും മറ്റൊക്കെ എക്സാമിൻ ചെയ്തപ്പോൾ ആൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു വൈൽഡ് ആനിമൽ പിടിച്ചു വലിച്ചപ്പോൾ കീറിയതല്ല, ഇത് ആരോ മനുഷ്യന്മാർ തന്നെ കീറിയതോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതോ ആയിട്ടുള്ള സംഭവമാണെന്നുള്ളത് അയാൾ പറയുകയായിരുന്നു. പിന്നെ ഇതൊരു ആനിമൽ അറ്റാക്ക് അല്ലാന്ന് അദ്ദേഹം തീർത്ത് പറയാനുണ്ടായിരുന്ന മറ്റു ചില കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ബ്ലഡ് സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട് പ്രിൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ സോഫിയയുടെ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ആനിമലിൻ്റെ ആയിക്കോട്ടെ യാതൊരു ഫുട് പ്രിൻറ്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു മൃഗം പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ഒരു തെളിവുകളും അതോറിറ്റിക്കും അതേപോലെ തന്നെ എന്താ പറയുക ഫോറിൻ അതോറിറ്റീസിനും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അതിനോടകം തന്നെ ഉഗാണ്ട മീഡിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പെൺകുട്ടിയെ മൃഗം പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരികയാണ്. ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രൊസീഡ് ആവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ മീഡിയ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് സോഫിയയുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടായിരുന്നു. അതായത് 16ാമത്തെ വയസ്സിൽ ബൈപ്പോളർ ഡിസോർഡർ അവർക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതിനുശേഷം ഒരുപാടധികം എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും അങ്ങനെയുള്ള ടൈമിൽ അവർ ഭയങ്കര ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മീഡിയയും കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒക്ടോബർ 26-ാം തീയതിക്കലത്തെ കാര്യമാണ്. അന്നത്തെ ദിവസം സോഫിയ കുറച്ച് വിയേർഡായിട്ടായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നത്. അതായത് അന്നത്തെ ദിവസം അവർ തീരെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സംസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, അന്ന് രാത്രി അവിടെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായി. അതായത് ക്യാമ്പ് ഫയറിൻ്റെ അടുത്തുണ്ടായിരുന്ന കസാരയും കാര്യങ്ങളൊക്കെ തല്ലി പൊളിച്ചു. അതേപോലെ തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കി, ആകെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ ഈ സോഫിയയുടെ പാരൻസിന് വിവരം അറിയിക്കാമെന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് കരുതുകയാണ്. എന്നാൽ സോഫിയ ഇടപെട്ടിട്ടാണോ എന്താണോ എന്നറിയില്ല. പിന്നീട് അവർ ആ ഒരു എന്താ പറയുക ഫാമിലിനൊന്നും വിവരം അറിയിച്ചില്ല. അപ്പോൾ അടുത്തതായിട്ട് അവർ ആ ഒരു ടൈമിൽ ചിന്തിച്ചു എന്ന് പറയുന്നൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരിച്ച് നേരെ ക്യാപിറ്റലിലോട്ട് പോകാം, അവിടെ എന്തായാലും എന്താ പറയുക മെഡിക്കൽ ഹെൽപ്പ് സോഫിയക്ക് കൊടുക്കാം, അതിനുശേഷം അവർ നോർമൽ ആയിക്കോളും, പിന്നീട് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇവർ ആദ്യം എടുത്തത്. എന്നാൽ ആ ഒരു തീരുമാനത്തിൽ നിന്ന് വിപരീതമായിട്ടായിരുന്നു ഇവർ പിന്നീട് പെരുമാറിയത്. അതായത് അവർ ആ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെയും കൊണ്ടിട്ടാണോ അവരിങ്ങനെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തതെന്ന് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മെൻ്റലി സോഫിയ സ്റ്റേബിൾ അല്ലാത്തൊരു സമയത്ത് തന്നെയാണ് മെർച്ചസൺ ഫോൾസിലോട്ട് അവർ എത്തുന്നതും അതേപോലെ തന്നെ അവിടുത്തെ ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതും. ചില ആളുകൾ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് അവർ വളരെ വൾണറബിൾ ആയിട്ട് കാണപ്പെട്ടിരിക്കാം. ആ സമയത്ത് വേറെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരാളുമായിട്ട് അവർ പാത്ത് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു തോട്ട് ചില ആളുകൾക്കുണ്ട്. പിന്നെ ഇവർക്ക് ഈ ഒരു ബൈപ്പോളർ ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലെയർ കൂടെ ആഡ് ആവുകയാണ്. അതായത് ഒന്നും തികച്ച് വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കാത്തൊരു ഫേസിലൂടെയായിരുന്നു ഈ ഒരു കേസ് പോയത്. പക്ഷേ അവരുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ചിതറി കിടന്നിരുന്നതും അതുപോലെ അവരുടെ അണ്ടർവെയറും കാര്യങ്ങളൊക്കെ ആ ഒരു മരത്തിൻ്റെ മുകളിൽ കിടന്നിരുന്നതൊന്നും എത്ര ലോജിക്കലി ആലോചിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30-ാം തീയതി ആയ ടൈമിൽ ഡച്ച് അതോറിറ്റീസിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോഫിയയുടെ അമ്മ മരിയയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചുകൂടെ വൈഡനായിട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ആ സമയത്ത് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ സെർച്ചിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെതർലാൻഡ്സ് ടീം ഡ്രോണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അവർ സെർച്ച് ചെയ്തു. എന്നാൽ എവിടെയും സോഫിയെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സോഫിയയുടെ അമ്മയായിട്ടുള്ള മരിയ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതിനുശേഷം പല സമയങ്ങളിലായിട്ട് അവർ 20-ലേറെ തവണയാണ് ഉഗാണ്ടയിലോട്ട് ട്രാവൽ ചെയ്തത്. അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻസിനും കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവർ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ ഹയർ ചെയ്തെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒരുപാടധികം കാര്യങ്ങൾ അവർ ഫണ്ട് റേസ് ചെയ്തിട്ട് ചെയ്തു ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മരണം വരെ താൻ പിന്മാറില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ആ ഒരു അമ്മ ഉറച്ചു നിൽക്കുന്നത്.
അതിനിടയിൽ 2019 എന്താ പറയുക ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അത് ഈ ഒരു കേസിൽ ചെറിയ രീതിയിൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉഗാണ്ടയിലെ റിട്ടയർഡ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ഓഫീസർ ആയിട്ടുള്ള സ്റ്റീവൻ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു അത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെൺകുട്ടി മിസ്സിംഗ് ആയ ദിവസം ഉണ്ടല്ലോ, അന്നത്തെ ദിവസം ഈ പെൺകുട്ടിയും വേറെ ഒരു ഓഫീസർ സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ആ ഒരു ഓഫീസറുടെ അടുത്ത് ഉഗാണ്ടൻ പോലീസ് എൻക്വയറി ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് അത് എഴുതി തള്ളുകയാണ്. അല്ലാതെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങോട്ട് അവർ അന്വേഷിച്ചു പോലുമില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു 400 ഉഗാണ്ടൻ വൈൽഡ് ലൈഫ് റിക്രൂട്ട്സ് താമസിച്ചിരുന്നത്. അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. അതായത് ഇവരുടെ സ്റ്റേയും അതും തമ്മിൽ ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ താമസിക്കുന്നതും കാര്യങ്ങളും വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ ടൈമിൽ ഫാമിലിൻ്റെ അടുത്ത് നിന്നും അതുപോലെ തന്നെ ഈ ഒരു ഡച്ച് അതോറിറ്റിയുടെ അടുത്ത് നിന്നും ഇവർ പർപ്പസ്ഫുള്ളി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ സോഫിയയുടെ അവിടെ നിന്ന് കണ്ടെത്തിയ ബിലോങ്ങിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ നെതർലാൻഡ്സിലോട്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുകയായിരുന്നു. അപ്പോൾ അവരവിടെ പരിശോധിച്ചപ്പോൾ അവരുടെ ഡ്രസ്സിലും അതേപോലെ തന്നെ ബാക്കി അവരുടെ ബിലോങ്ങിങ്സിൽ നിന്നൊക്കെ 2 DNA കിട്ടുകയാണ്. അതിൽ ഒരു DNA സോഫിയയുടെ തന്നെയായിരുന്നു, എന്നാൽ വേറൊരു DNA ഒരു മെയിൽ DNA ആയിരുന്നു. എന്നാൽ ആ ഒരു DNA കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് മാച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു എന്താ പറയുക സൗകര്യം വരെ ഉഗാണ്ടൻ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. യെസ്, അവരുടെ കയ്യിൽ DNA സാമ്പിൾ ഉണ്ട്, പക്ഷെ അത് മാച്ച് ചെയ്ത് നോക്കാനായിട്ട്, അവർക്ക് സംശയമുള്ള ആളുകളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ആ ഒരു മെയിൽ DNA കിട്ടിയപ്പോൾ അത് വൈൽഡ് ആനിമൽ അറ്റാക്ക് അല്ലാന്നും ഏതൊക്കെയോ ഹ്യൂമൻസ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതും അതോറിറ്റീസിനൊക്കെ മനസ്സിലാവുകയാണ്. എന്നാലും വലിയ പുരോഗതിയൊന്നും ഈ ഒരു കേസിൽ അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ പോലീസുകാർ ആദ്യം പറഞ്ഞ തിയറി, വൈൽഡ് ആനിമൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരു തിയറി നമുക്ക് തീരെ വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്തൊരു തിയറി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ ഇത്തരത്തിലുള്ളൊരു എപ്പിസോഡ് വന്നപ്പോൾ തന്നെ ഇറങ്ങി പുഴയിലോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ദ വേ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക അഴിച്ച് കളഞ്ഞിട്ടുണ്ടാകാം, അതിനുശേഷം അവർ പുഴയിൽ ചാടിയതായിരിക്കാം എന്നുള്ളൊരു തിയറി ഉണ്ട്. എന്നാൽ അതും എന്താ പറയുക നമുക്ക് കറക്റ്റായിട്ടൊന്ന് ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത്രയും ആപ്റ്റായിട്ട് തോന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുട് പ്രിൻറ്റ്സ് കാണേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പീസായിട്ട് അവിടെ കിടക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ അവരുടെ അണ്ടർവെയർ ആ ഒരു മരത്തിൻ്റെ മുകളിൽ എങ്ങനെ വന്നു എന്നുള്ളതിന് യാതൊരു എന്താ പറയുക ഒരു ഉത്തരവും ഇല്ല. പിന്നെ ആ ഒരു റിവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നേരെ കടലിലോട്ടല്ല പോകുന്നത്, ഒരു ലേക്ക്, വലിയൊരു ലേക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു പുഴയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി ആ ഒരു ലേക്കിൽ നിന്നെങ്കിലും കിട്ടേണ്ടതാണ്. എന്നാൽ അതൊന്നും തന്നെ നടന്നിട്ടില്ല. സോ അത്തരത്തിലുള്ളൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ അടുത്തൊരു തിയറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഡാർക്കായിട്ടുള്ള തിയറിയാണ്, എന്നാൽ ഒരുപാടധികം ആളുകൾ വിശ്വസിക്കുന്നതും ഈ ഒരു തിയറിയാണ്. വല്ല ഹ്യൂമൻ ട്രാഫിക്കേഴ്സ് ഈ സോഫിയെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ ഒരു തിയറി. അതായത് ആ ഒരു ഏരിയയിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റേ ചെയ്തതാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഇവർ വല്ല പുറത്തിറങ്ങുന്ന ടൈമിൽ ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടാകും. ഇവർ എന്താ പറയുക ഇത്തിരി വൾണറബിൾ ആയതുകൊണ്ട് തന്നെ ഇവരൊരു ഈസി ടാർഗറ്റായിട്ട് മാറിയിട്ടുണ്ടാകും. ഒരു ജംഗിൾ സർവൈവലിൽ അത്രത്തോളം എക്സ്പേർട്ടായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും അവിടെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർ പോയ ട്രയലും കാര്യങ്ങളൊക്കെ മായ്ക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഇവർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഇവരുടെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വല്ല കിഡ്നാപ്പേഴ്സോ ഹ്യൂമൻ ട്രാഫിക്കേഴ്സോ ആയിരിക്കാം ഈ ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളൊരു തിയറിയാണ് അത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു ഈസി ടാർഗറ്റായിട്ടും മാറിയിട്ടുണ്ടാകും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ അമ്മ ഒരുപാടധികം പ്രഷർ ചെയ്യുകയാണ്. അതിനുശേഷം 2019 ഉഗാണ്ടൻ പ്രോസിക്യൂഷൻ ഈ ഒരു കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നീട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ സ്റ്റക്ക് ആവുന്നതും. ഈ ഒരു കേസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 ജൂണിൽ ഈ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ഇവരുടെ ടൂർ ഗൈഡിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ആൾ ലൈസൻസ്ഡ് അല്ലാത്തൊരു ടൂർ ഗൈഡായിരുന്നു. ആളായിരുന്നു ആ സ്റ്റുഡൻസിനെ എല്ലാവരെയും കൊണ്ട് കറങ്ങാൻ പോകുന്നുണ്ടായിരുന്നത്. ആളുടെ നെഗ്ലിജൻസ് ആണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ഇൻസിഡൻറ്റിൽ കലാശിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസർ സ്റ്റീഫൻ, അദ്ദേഹവും കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് അന്നത്തെ ദിവസം
ഇവർ വന്ന സമയത്ത്, അതായത് ഈ ഡച്ച് സ്റ്റുഡൻസ് വന്ന സമയത്ത് റിസപ്ഷനിൽ ഉയർന്ന വോളിയത്തിൽ പാട്ട് വെച്ചെന്നും അത് അവരുടെ റൂളിനെതിരായിരുന്നെന്നും അങ്ങനെ അതിൻ്റെ പേരിൽ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നും പിന്നെ എന്താ പറയുക, ആ ഒരു ടൈമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫിയ തീരെ നോർമൽ അല്ലായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയ ടൈമിൽ സോഫിയ അവിടെ ഉണ്ടായിരുന്ന പാനൽസും കാര്യങ്ങളൊക്കെ തല്ലി തകർക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ കത്തിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതായത് അവർ അൺകൺട്രോളബിൾ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയാണ്. ആ സമയത്ത് തന്നെ ഈ മൈക്കിൾ എന്ന് പറയുന്ന ടൂർ ഗൈഡിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ്. ഇവിടെ ഇവരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണം, പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനൊക്കെ പറയാണ്. എന്നാൽ ഈ ടൂർ ഗൈഡ് അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാണ്. അതൊന്നും വലിയ കാര്യമാക്കിയില്ല. പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടത് തന്നെയാണ് സംഭവിച്ചത്. സോഫിയയെ അതിനുശേഷം കാണാതാവുകയായിരുന്നു. പിന്നീട് അവരെക്കുറിച്ച് യാതൊന്നും തന്നെ കണ്ടെത്താനായിട്ട് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ എന്താണ് കരുതുന്നത്? വല്ല വൈൽഡ് ആനിമൽസ് ആയിരിക്കും അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും അവർക്ക് പറ്റിയിട്ടുണ്ടാവുമോ? എന്താണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.